ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. രാവിലെ എല്ലാവരും മോർണിംഗ് ടീ കുടിച്ചിരിക്കും, അല്ലെങ്കിൽ മോർണിംഗ് ടീയും കൂടെ എടുത്ത് വെച്ചേക്കുക. മോർണിംഗ് ടീയോടൊപ്പം നമുക്ക് ഒരു അടിപൊളി അറിവിൻ്റെ ടീയും കൂടെ ഈ സെഷനിൽ നോക്കാം. ചോദ്യം കേരള ജോഗ്രഫിയിൽ വരുന്ന ഒരു ചോദ്യമാണ്. ചുവടെ പറയുന്നതിൽ കൃഷിഭൂമിയായി കണക്കാക്കിയിരുന്ന തിണ അഥവാ ഭൂപ്രകൃതി വിഭാഗം ഏതായിരുന്നു? ചുവടെ പറയുന്നതിൽ കൃഷിഭൂമിയായി കണക്കാക്കിയിരുന്ന തിണ എന്ന് പറയുന്നത് പ്രാചീന കേരളത്തില് ഒരു തമിഴ്നാടുമായി ബന്ധപ്പെട്ട തമിഴ് ലാംഗ്വേജിലുള്ള ഒരു വേർഡാണ് തിണ. ഇപ്പൊ നമ്മൾ അതിനെ ഭൂപ്രകൃതി വിഭാഗം എന്ന് പറയും. തിണ എന്ന് പറഞ്ഞാൽ ഭൂപ്രകൃതി വിഭാഗം, അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. അപ്പോ കൃഷിയുമായി ബന്ധപ്പെട്ട അതാണ് നമുക്കിവിടെ നോക്കേണ്ടത്. ഇവിടെ ഞാൻ 4 തിണകൾ കൊടുത്തിട്ടുണ്ട്. ഞാനല്ല, പരീക്ഷയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്രീവിയസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ 4 തിണകളിൽ 4 ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ കൃഷിയുമായി കണക്ട് ചെയ്ത് വരുന്ന തിണ ഏത് എന്നുള്ളതാണ്. ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് ഒന്ന് കമന്റ് ചെയ്ത് ഇട്ടയ്ക്കുക. നമുക്ക് നോക്കാം. 2 മിനിറ്റ് ഒന്ന് കമന്റ് ചെയ്യും. വേഗം ഒന്ന് കമന്റ് ചെയ്തോളൂ. ഈ കാണുന്നവർ വേഗം ഒന്ന് കമന്റ് ചെയ്യും. യെസ്, കമന്റ് ചെയ്തിരിക്കും അല്ലേ? ഞാൻ നോക്കുവേ. നമുക്കൊന്ന് ആൻസർ നോക്കാം. അറിഞ്ഞൂടാത്തൊരു വിഷമിക്കേണ്ട, നമ്മളിപ്പോൾ പഠിക്കും. അപ്പൊ നമുക്ക് കാണേണ്ടത് പ്രാചീന കേരളത്തിലെ കൃഷിയുമായി ബന്ധപ്പെട്ട് സ്ഥിതി ചെയ്തിരുന്ന തിണ അഥവാ ഭൂപ്രകൃതി വിഭാഗം ഏത് എന്നുള്ളതാണ്. ആക്ച്വലി 5 തിണകളുണ്ട്. 5 തിണകൾ. ഞാൻ അതിന്റെ താഴെ 5ാമത്തെ തിണയും കൂടെ എഴുതാം. ഇപ്പൊ ഇവിടെ കുറിഞ്ചി വന്നു, മുല്ലൈ വന്നു, പാലൈ വന്നു, മരുതം വന്നു. ഇനി ഒന്നുകൂടെ ഉണ്ട്. അതിന്റെ പേരാണ് നെയ്തൽ എന്ന് പറയും. നെയ്തൽ തിണ. ഇങ്ങനെ പ്രാചീന കേരളത്തിൽ 5 തിണകളാണ് ഉണ്ടായിരുന്നത്. അതിൽ നമ്മുടെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട തിണ കുറിഞ്ചി കൃഷിയുമായി ബന്ധപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ അല്ല. മുല്ലൈ എന്ന് പറയുന്ന തിണ കൃഷിയുമായി ബന്ധപ്പെട്ടതാണോ? അല്ല. പാലൈ എന്ന് പറയുന്ന തിണ കൃഷിയുമായി ബന്ധപ്പെട്ടതാണോ? അല്ല. മരുതം തിണ കൃഷിയുമായി ബന്ധപ്പെട്ടതാണോ? ആണല്ലോ. മരുതമാണ് കറക്റ്റ് ആൻസർ. മരുതം തിണ. 5ാമത്തെ തിണയാണ് നമ്മളിവിടെ നെയ്തൽ കൊടുത്തിട്ടുള്ളത്. അപ്പോ ഇനി നമുക്ക് തിണകളെ കുറിച്ച് 1-2 കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാം അല്ലെ? ഈ പരിമിതമായ സമയത്തിനുള്ളിൽ നമ്മുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ തിണയുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ നോക്കാം. തിണ എന്ന് പറയുന്നത് പ്രാചീന സതേൺ ഇന്ത്യയെ കുറിച്ച് പറയുന്നതാണ്. അതായത് പ്രാചീന തമിഴകം എന്ന് പറയും. പ്രാചീന തമിഴകം. ഈ കാലഘട്ടം എന്ന് പറയുന്നത് BC 300-നും AD 300-നും ഇടയ്ക്കുള്ള കാലഘട്ടം. അതായത് BC 300-നും AD 300-നും ഇടയ്ക്കുള്ള ഒരു 600 വർഷത്തെയാണ് പ്രാചീന തമിഴകം എന്നറിയപ്പെടുന്നത്. ഇതിൽ മറ്റൊരു പേരിലൂടെ ഈ കാലഘട്ടത്തിന് പറയപ്പെടുന്നുണ്ട്. പ്രാചീന തമിഴകം അഥവാ സംഘകാലഘട്ടം എന്നും പറയും. സംഘം ഏജ്. പ്രാചീന കാലഘട്ടം, പ്രാചീന തമിഴകം, സംഘകാലം എന്നീ പേരുകളിലും അറിയപ്പെടും. അത് എപ്പോൾ തുടങ്ങുന്നു? BC. പുതിയ രീതി പറയുമ്പോൾ BCE, ബിഫോർ കോമൺ ഇറ. BCE 300-നും AD അഥവാ CE കോമൺ ഇറ 300-നും ഇടയ്ക്കുള്ള, അതായത് ക്രിസ്തുവിന് മുമ്പ് 300-നും ക്രിസ്തുവിന് ശേഷം 300-നും ഇടയ്ക്കുള്ള ഒരു 600 വർഷക്കാലത്തെ അറിയപ്പെടുന്നതാണ് പ്രാചീന തമിഴകം അഥവാ സംഘകാലം എന്ന് പറയുന്നത്. ഈ സംഘകാലഘട്ടത്തിലാണ് നമ്മുടെ ഈ കേരളത്തെ 5 തിണകളായി തിരിച്ചിരുന്നത്. 5 ഭൂപ്രകൃതി വിഭാഗങ്ങളായി തിരിച്ചിരുന്നത്. എന്താണ് സംഘം എന്ന് ചോദിച്ചാൽ, ഈ കാലഘട്ടത്തിൽ പ്രാചീന തമിഴകത്തില് തമിഴ് ഭാഷയില് നല്ല രചനകൾ എഴുതുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാനും അങ്ങനെ രചിക്കപ്പെട്ട കൃതികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സംരക്ഷിക്കാനും വേണ്ടിയുള്ള സാഹിത്യകാരന്മാരുടെ ഒരു സംഘടനയ്ക്ക് പറയുന്ന പേരാണ് സംഘം. നല്ല ഉത്കൃഷ്ട കൃതികൾ രചിക്കുന്ന സാഹിത്യകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക, അവരെഴുതിയിരുന്ന പുസ്തകങ്ങളെ സംരക്ഷിക്കുക, അതിനുവേണ്ടിയുള്ള ഒരു സംഘടന, സാഹിത്യകാരന്മാരുടെ സംഘടനയാണ് സംഘം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിനെ പ്രാചീന തമിഴകം എന്ന് പറയും.
ഈ പ്രാചീന തമിഴകം എന്ന് പറഞ്ഞാൽ അങ്ങ് ഏതാണ്ട് ആന്ധ്രാപ്രദേശ് മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്നു അന്ന്. അതായത് കൃത്യമായി പറഞ്ഞാൽ തിരുപ്പതി മുതൽ SCERT പുസ്തകം പറയുന്നത് തിരുപ്പതി മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കേരളം പ്രാചീന തമിഴകത്തിന്റെ ഭാഗമായിരുന്നിരിക്കണം അന്ന്. അപ്പൊ ഈ കാലഘട്ടത്തിൽ നിരവധി പുസ്തകങ്ങൾ തമിഴ് സാഹിത്യത്തിൽ എഴുതിയിട്ടുണ്ട്. കാരണം സംരക്ഷിക്കാൻ ഗ്രൂപ്പുണ്ട്, ആളുകളുണ്ട്. അതുകൊണ്ട് നല്ല സാഹിത്യകാരന്മാരും വളർന്നു വന്നു. ഒരുപാട് സാഹിത്യ കൃതികളും ഈ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, അല്ലെ? ചില സാഹിത്യ കൃതികളൊക്കെ നമുക്കറിയാം. ഒന്ന് 10 പറയാം. നെറ്റിണൈ, കുറുന്തുകൈ, മണിമേഖലൈ, അല്ലെ, ചിലപ്പതികാരം, തൊൽക്കാപ്പികം, ഇതൊക്കെ ഈ പ്രാചീന കാലഘട്ടത്തില് തമിഴകത്തില് സംഘ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട കൃതികളാണ്. കുറേ സൂപ്പർ കൃതികൾ എഴുതിയിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ സംഘകാലം. ഈ കാലഘട്ടത്തിലുള്ള കേരളത്തിന്റെ തിണകളെ കുറിച്ച്, ഭൂപ്രകൃതി വിഭാഗത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ സംഘകാലഘട്ടത്തിൽ കേരളത്തെ 5 ഭൂപ്രകൃതി വിഭാഗങ്ങളായി തിരിച്ചിരുന്നു. അന്ന് ഭൂപ്രകൃതി വിഭാഗങ്ങൾക്ക് പകരം ഒരു തമിഴ് വേടാണ് ഈ തമിഴ് സാഹിത്യ കൃതികളിൽ പറഞ്ഞിരിക്കുന്നത്. അത് തിണ എന്നാണ്. തിണ. അപ്പൊ ഏതൊക്കെ തിണയാണ്? ഒന്നാമത്തെ തിണ കുറിഞ്ചി എന്ന് പറയുന്ന തിണയാണ്. ഈ കുറിഞ്ചി തിണ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ കിഴക്കേ അറ്റത്തെ തിണയാണ്, ഭൂപ്രകൃതി വിഭാഗമാണ്. അതായത് പർവ്വത പ്രദേശം, അതാണ് കുറിഞ്ചി എന്ന് പറയുന്നത്. കുറിഞ്ചി എന്ന് പറഞ്ഞാൽ പർവ്വത പ്രദേശം എന്ന് പറഞ്ഞാൽ ഏത് പർവ്വതമായിരിക്കും? പശ്ചിമഘട്ടമായിരിക്കും. വേറെ ഏത് പർവ്വതം കേരളത്തിന്റെ കിഴക്കേറ്റത്ത്, അല്ലെ? രണ്ടാമത്തത് ഈ പർവ്വത പ്രദേശത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശമാണ് ഭൂപ്രകൃതി വിഭാഗം തിണയാണ് മുല്ലൈ തിണ എന്ന് പറയുന്നത്. അത് വനപ്രദേശമാണ്. അപ്പൊ മുല്ലൈ തിണ വനപ്രദേശം. മൂന്നാമത്തത് പാലൈ തിണയാണ്. പാലൈ തുണ അഥവാ പാലൈ ഭൂപ്രകൃതി വിഭാഗം, അത് തരിശു ഭൂമിയാണ്. കേരളത്തിലെ പാലൈ തിണ എന്ന് പറയുന്നത് തരിശു ഭൂമിയെയാണ്. അടുത്ത് നാലാമത്തത് നോക്കൂ, മരുതം. ഈ പാലൈ തിണയുടെ കുറച്ച് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നതാണ് ഏത്? മരുതം. മരുതമാണ് കൃഷിഭൂമി. ഇത് നിരവധി തവണ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, മരുതം തിണയെക്കുറിച്ച്. അപ്പൊ പ്രാചീന കേരളത്തിലെ മരുതം തിണ എന്ന് പറഞ്ഞാൽ കൃഷിക്ക് ഉപയുക്തമാകുന്ന ഭൂമിയെയാണ്, കൃഷിക്ക് യൂസ് ചെയ്യുന്ന. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ സംശയിക്കും, പാലയിലെ കൃഷിയുണ്ടല്ലേ? പാലയിലും കൃഷിയുണ്ട്. പക്ഷേ മരുതത്തെ അപേക്ഷിച്ച് പാലൈ അത്ര യൂസ്ഫുൾ അല്ല കൃഷിക്ക്, എന്നാലും കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ മരുതം തിണ എന്ന് പറയുന്നത് കൃഷിക്ക് യോജിച്ച മണ്ണുള്ള ഭൂപ്രകൃതി വിഭാഗം അഥവാ തിണയാണ്. ലാസ്റ്റ് തിണ നമുക്കറിയാം എന്തായിരിക്കാം? നെയ്തൽ എന്ന് പറഞ്ഞാൽ തീരപ്രദേശം, അതായത് അറബിക്കടൽ. ഇങ്ങനെ പ്രാചീന കേരളത്തെ, പ്രാചീന തമിഴകത്തിന്റെ ഭാഗമായിരുന്ന കേരളത്തെ, അല്ലെങ്കിൽ സംഘകാലഘട്ടത്തിലെ കേരളത്തെ 5 തിണകളായി തിരിച്ചിരുന്നു. 5 ഭൂപ്രകൃതി വിഭാഗങ്ങളായി തിരിച്ചിരുന്നു. ഏതൊക്കെയാണ്? കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ എന്നിവയാണ് അവ. അത്രയും കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി പഠിച്ചു. ഇനി ആധുനിക കേരളത്തെ പ്രധാനമായിട്ടും 3 ഭൂപ്രകൃതി വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ആധുനിക കേരളത്തിലെ 3 ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ. ആധുനിക കേരളത്തിലെ, അല്ലെങ്കിൽ ഇന്നത്തെ കേരളത്തിലെ 3 ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതെല്ലാമാണ്? അതായത് ഏറ്റവും വടക്കേ അറ്റത്തെ ഒരു ഭൂപ്രകൃതി വിഭാഗമുണ്ട്. രണ്ടാമത്തെ നടുക്ക് നിൽക്കുന്ന ഒരു ഭൂപ്രകൃതി വിഭാഗമുണ്ട്. നോക്കൂ, ഇതാണ് വടക്കേ അറ്റത്തെ അല്ല, കിഴക്കേ അറ്റത്തെ ഭൂപ്രകൃതി വിഭാഗം. ഇതാണ് ഒന്നാമത്തത്. ഇതിന് നമ്മൾ വിളിക്കുന്ന പേര് മലനാട് എന്നാണ്. മലനാട്. ഇതാണ് രണ്ടാമത്തത്. ഇതിന് നമ്മൾ വിളിക്കുന്ന പേര് ഇടനാട് എന്നാണ്. ഇടനാട്. ഇടനാട്. ഈ സമുദ്രവുമായി, ഇത് അറബിക്കടലാണ്, അറേബ്യൻ സീ. അറബിക്കടലുമായി ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഇത്രയും ഭാഗം, ഇതാണ് മൂന്നാമത്തത്. ഇതിന് നമ്മൾ തീരപ്രദേശം എന്ന് വിളിക്കും. തീരപ്രദേശം. ഇങ്ങനെ ആധുനിക കേരളത്തിലെ 3 ഭൂപ്രകൃതി വിഭാഗങ്ങളാണുള്ളത്: മലനാട്, ഇടനാട്, തീരപ്രദേശം. പ്രാചീന കേരളത്തില് 5 ഭൂപ്രകൃതി വിഭാഗങ്ങൾ, 5 തിണകൾ: കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. ക്ലിയർ നമ്മൾ പഠിച്ചെടുത്തു. ഇവിടെ 3 എണ്ണം. ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. എന്താണ് മലനാട് എന്ന് ചോദിച്ചാൽ, കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ
48% മലനാടാണ്. മലനാടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ 13 ജില്ലകളിലൂടെയും പാസ് ചെയ്യുന്ന പശ്ചിമഘട്ട പർവ്വതം, അതാണ് മലനാട്. അപ്പോ ഈ മലനാട് എന്ന് പറയുന്നത് നമ്മുടെ ആകെ വിസ്തൃതിയുടെ, കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ ഏതാണ്ട് 50%, 48% എന്താണ്? മലനാടാണ്. മലനാടിന്റെ ഹൈറ്റ് സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിന് മുകളിലാണ് മലനാട്. സമുദ്രനിരപ്പിൽ, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിന് മുകളിലുള്ള പ്രദേശത്തെ വിളിക്കുന്ന പേരാണ് മലനാട്. ആകെ വിസ്തൃതിയുടെ, കേരളത്തിന്റെ വിസ്തൃതിയുടെ 48%. മലനാട്ടിലുള്ള പ്രധാനപ്പെട്ട കാർഷിക വിളകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. തേയില, കാപ്പി, സുഗന്ധവിളകൾ, റബ്ബർ, അങ്ങനെ പോകും. ഇതൊക്കെയാണ് പ്രധാനമായും മലനാട്ടിലെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ. ഇടനാടിനെ കുറിച്ച് പറയുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും, അതിനുമുമ്പ് അതിന്റെ വലിപ്പം പറയാം. നമ്മൾ മലനാട് പറഞ്ഞു, കേരളത്തിലെ ആകെ വിസ്തൃതിയുടെ 48%. എന്നാൽ ഇടനാടാകട്ടെ കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ 42%. ആകെ വിസ്തൃതിയുടെ 42% ഇടനാടാണ്. മലനാട് എന്ന് പറയുന്നത് കേരളത്തിന്റെ കിഴക്കേ അറ്റത്തെ മേഖലയാണ്. അപ്പൊ ഇടനാടെന്ന് പറഞ്ഞാലോ മലനാടിന്റെ പടിഞ്ഞാറ് ഭാഗത്തും, പിന്നെയോ തീരപ്രദേശത്തിന്റെ കിഴക്ക് ഭാഗത്തും. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, മലനാടിനും തീരപ്രദേശത്തിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട്. മലനാടിനും തീരപ്രദേശത്തിന്റെയും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങളെ കുഴപ്പിക്കാൻ വേണ്ടി ചോദിക്കും, മലനാടിന് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ഇടനാട്. ഇനി തീരപ്രദേശത്തിന് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന, തൊട്ട് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ഇടനാട്. അപ്പോ ആകെ വിസ്തൃതിയുടെ 42%. അപ്പൊ ഈ ഇടനാടിന്റെ ഇടനാടിന്റെ ഹൈറ്റ് എത്രയായിരിക്കും? സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയ്ക്കുള്ള പ്രദേശം, ഇതിന് പറയുന്ന പേരാണ് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്ററിനും 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയ്ക്ക്. 75 മീറ്ററിന് മുകളിൽ വന്നാൽ അത് മലനാടായി മാറും. 7.5 മീറ്ററിന് താഴെ വന്നാൽ അത് തീരപ്രദേശമാണ്. അപ്പൊ 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയ്ക്കുള്ള പ്രദേശത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇടനാട് എന്ന് പറയുന്നത്. അവിടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇടനാട്ടിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണിനം ഏതാണ് എന്ന് ചോദിച്ചാൽ ലാറ്ററൈറ്റ് മണ്ണാണ്. എന്ത് മണ്ണാണ്? ലാറ്ററൈറ്റ് മണ്ണ്. ഇടനാട്ടിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണിനമാണ്. നിരവധി ലാറ്ററൈറ്റ് കുന്നുകളൊക്കെ ഉണ്ട്. അത് നമ്മുടെ വടക്കൻ കേരളത്തിലാണ് ലാറ്ററൈറ്റ് കുന്നുകൾ കൂടുതലും ഉള്ളത്. മലപ്പുറം ജില്ലയിലൊക്കെ ലാറ്ററൈറ്റ് കുന്നുകൾ ധാരാളമുണ്ട്. അതുപോലെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലും ഒരു ലാറ്ററൈറ്റ് കുന്നുണ്ട്. അതെവിടെയാണ്? നമ്മുടെ വർക്കല ക്ലിഫ് എന്ന് പറയുന്നത് ഒരു ലാറ്ററൈറ്റ് കുന്നാണ്. മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം എന്ന് പറയുന്ന അവിടെയും ഒരു ലാറ്ററൈറ്റ് കുന്നുണ്ട്. നമ്മുടെ വർക്കലയിലെ ക്ലിഫും എന്താണ്? ലാറ്ററൈറ്റ് കുന്നാണ്. യെസ്, ഓക്കെ, അതങ്ങ് വിട്ടുകളയാം. അപ്പോ നമ്മൾ പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ഏത് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളപ്പോൾ ഏത് ആൻസർ പറയും? ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം മലനാടാണ്. കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ 48%. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ഭൂപ്രകൃതി വിഭാഗം ചോദിച്ചാൽ ഇടനാടാണ്. ഇടനാടിന്റെ ആകെ വിസ്തൃതി എത്രയാണ്? കേരളത്തിന്റെ മൊത്തം വിസ്തൃതിയുടെ 42% ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ആകുമ്പോൾ തന്നെ 90% ആയി അല്ലെ? അടുത്ത് ഇടനാട്ടിലെ പ്രധാനപ്പെട്ട കാർഷിക വിള ഏതെന്ന് ചോദിച്ചാൽ ഇടനാട്ടിലെ പ്രധാനപ്പെട്ട മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ ലാറ്ററൈറ്റ് മണ്ണാണ്. ഇടനാട്ടിലെ കാർഷിക വിളകളെ പറ്റി ചോദിച്ചാലോ സാധാരണ കേരളത്തിൽ ഏതൊക്കെ കൃഷി ചെയ്യോ അതെല്ലാം ഇടനാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. അത് റബ്ബറായിക്കോട്ടെ, മരച്ചീനി ആയിക്കോട്ടെ, വാഴയായിക്കോട്ടെ, തെങ്ങായിക്കോട്ടെ, മിക്കവാറും എല്ലാ കാർഷിക വിളകളും ഈ ഇടനാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. റബ്ബർ കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണല്ലോ കേരളം. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ഈ ഇടനാട്ടിലും മലനാട്ടിലും ഒക്കെ കൂടെയാണ്. മലനാട്ടിൽ കുറേ ഒന്നും പോകുന്നില്ല. ഇടുക്കിയുടെയൊക്കെ വയനാട്ടിൻ്റെയൊക്കെ താഴ്ന്ന ഭാഗങ്ങളിൽ റബ്ബർ കൃഷി ചെയ്യുന്നുണ്ട്.
ബാക്കിയൊക്കെ തിരുവനന്തപുരം, കോട്ടയം ജില്ലകളിലൊക്കെ ധാരാളമുണ്ട്, പത്തനംതിട്ട ജില്ലകളിലൊക്കെ. ഓക്കെ, ഇനി നോക്കൂ, തീരപ്രദേശത്തെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ സംസാരിക്കാനുണ്ട്. തീരപ്രദേശത്തെക്കുറിച്ച്, തീരപ്രദേശം കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ 10%. കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ 10% തീരപ്രദേശമായി പറയുന്നത്. ഈ തീരപ്രദേശം എത്രയാണ് ഹൈറ്റ് എന്ന് ചോദിച്ചാൽ, സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉള്ള പ്രദേശത്തെ തീരപ്രദേശം എന്ന് പറയാം. എത്ര മീറ്റർ വരെയാണ്? സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെയുള്ള പ്രദേശം തീരപ്രദേശം. അപ്പോൾ ഈ 3 ഭൂപ്രകൃതി വിഭാഗങ്ങളുടെ ഹൈറ്റ് മറക്കണ്ട. മലനാട് എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിന് മുകളിൽ. ഇടനാട് എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്ററിനും 75 മീറ്റർ വരെയുള്ള പ്രദേശം. തീരപ്രദേശം എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെയുള്ള പ്രദേശം. അതിനെയാണ് നമ്മൾ തീരപ്രദേശം എന്ന് പറയുന്നത്. ആകെ കേരളത്തിന്റെ വിസ്തൃതിയുടെ 10% തീരപ്രദേശമായിട്ട് കണക്കാക്കുന്നത്. തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണിനം എക്കൽ മണ്ണാണ്. തീരപ്രദേശത്തെ പ്രധാനപ്പെട്ട മണ്ണിനം എക്കൽ മണ്ണാണ്. അപ്പോൾ അവിടെ ഒരു ചോദ്യം കൂടെ വരും. തീരപ്രദേശത്ത് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ, അവിടെ നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്, തെങ്ങ് കൃഷി ചെയ്യുന്നുണ്ട്, ബാക്കി വിളകളൊക്കെ വാഴ കൃഷി അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും തീരപ്രദേശത്തെ കൃഷി നെൽകൃഷിയാണ്. അത് നമ്മൾ തിരുവനന്തപുരം ജില്ല കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ, ആലപ്പുഴ ജില്ല മുതൽ അങ്ങോട്ട് പോകുമ്പോൾ തീരപ്രദേശത്തൊക്കെ ധാരാളമായിട്ട് എന്ത് കൃഷി നടക്കുന്നുണ്ട്? നമ്മുടെ ഈ നെൽകൃഷി നടക്കുന്നുണ്ട്. പിന്നെ തെങ്ങ് ധാരാളമായിട്ടും തീരപ്രദേശത്ത് കാണപ്പെടുന്നു. ഇത്രയുമാണ് കേരളത്തിലെ പ്രാചീനമായിട്ടുള്ള 5 തിണകളും അഥവാ ഭൂപ്രകൃതി വിഭാഗങ്ങളും ഇപ്പോഴത്തെ ആധുനിക കേരളത്തിലെ ഒരു 3 ഭൂപ്രകൃതി വിഭാഗങ്ങളും. ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. ഏറ്റവും വലുത് മലനാടാണ്, രണ്ടാമത്തെ വലുത് ഇടനാടാണ്, ഏറ്റവും ചെറിയ ഭൂപ്രകൃതി വിഭാഗം തീരപ്രദേശമാണ്. അത് കേവലം 10% മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ഈ ടൈമിനുള്ളിൽ നമ്മുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളും തിണകളും ഒരു ഏകദേശമായിട്ട് നിങ്ങൾക്കൊരു അറിവ് തരാൻ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് മറ്റൊരു മോർണിംഗ് ടീയുമായിട്ട് കാണാം. നിങ്ങൾ ചെയ്യുക, യൂസ്ഫുൾ ആണ് എങ്കിൽ നമ്മുടെ എല്ലാ മോർണിംഗ് ടീയിലെ ക്ലാസ്സുകളും നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ MEM സീരീസ് എന്നൊരു സീരീസും കൂടെ നമുക്കുണ്ട്. അതിനെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. കാരണം നിങ്ങൾക്ക് വേണ്ടി ആണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. നിങ്ങളോട് ക്യാഷ് ഒന്നും നമ്മൾ ചോദിക്കുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതുപോലെയൊക്കെ എന്ത് ചെയ്യുക. ഓക്കെ, അടുത്ത് മറ്റൊരു മോർണിംഗ് ടീമായിട്ട് നമുക്ക് കാണുന്നത് വരെ ഓക്കെ, ഗുഡ് ബൈ.